ഹലോ. ഇന്നലെ അനിയത്തി വീട്ടിൽ താമസിക്കാൻ വന്നിരുന്നു. അപ്പം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവൾ പറഞ്ഞു നമുക്ക് പാൻ കേക്ക് ആക്കി നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് നോക്കി റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് സൂഫ്ലെ പാൻ കേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒന്നുമല്ല, എഗ്ഗ് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് സംഭവം അത്. അപ്പോൾ ആക്കി തുടങ്ങിയ ആദ്യത്തത് ചെറിയ രീതിയിൽ കരിഞ്ഞുപോയി. എന്താണെന്ന് വെച്ചാൽ അവരെ സ്റ്റൗ അല്ലല്ലോ നമ്മളത്, അപ്പോൾ നമ്മളതിന് അത്ര ടൈം എടുക്കില്ല. അതുകൊണ്ട് ആദ്യത്തെ കരിഞ്ഞു. പക്ഷെ പിന്നെ നമുക്ക് ടെക്നിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് ടൈം കുറച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ആദ്യത്തതേ കൊള്ളായുള്ളൂ, ബാക്കിയൊക്കെ കുഴപ്പമില്ലാന്ന് റേറ്റിന് പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷേങ്കിൽ ഫസ്റ്റ് ടൈം ആക്കിയതിൽ നല്ലതായിരുന്നു. ഭയങ്കരമായിട്ട് പൊന്തി വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചപ്പോൾ അത് പോയി. അതിൻ്റെതായ സ്പൂണൊക്കെ വേണമായിരുന്നു, എന്നാൽ മാത്രമേ അത് എടുക്കാനൊക്കെ എളുപ്പമുണ്ടാവുള്ളൂ. നക്ഷ ഒരു 5 വരെയൊക്കെ അവൾ കഴിക്കുന്നത് ഞാൻ ഓക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞാലും നമ്മൾ ഈ കേക്കിന്റെ ബാറ്റർ പോലത്തതാ, അപ്പൊ അത് വെച്ച് കഴിക്കുന്നതിന് ലിമിറ്റ്. അവൾ 5 വരെ വെയിറ്റ് ചെയ്ത് 6ാമത്തെ നിന്നപ്പോൾ ഞാൻ വേഗം ഓടിച്ചു ട്യൂഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അനിയത്തിന്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ വേഗം ട്യൂഷനിൽ പോയി വന്നപ്പാട് നമ്മൾ അനിയത്തിന്റെ വീട്ടിലേക്ക് ഓടി. അവിടെ എത്തിയപ്പം അവിടെ അവക്കൊരു പൂച്ചയുണ്ട്. അപ്പൂന് ആ പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്, പപ്പി. ആ പൂച്ചേന്റെ ബാക്കിൽ ഓടിക്കളിയായിരുന്നു ഫുള്ള്. അത്രയും നേരം അവന് അത്രയും ഹാപ്പി ആയിട്ടാണ് അവൻ കളിക്കുന്നുണ്ട്. അവൻ അത്രക്കും ഇഷ്ടമാണ് ആ പൂച്ചേനെ. ആ പൂച്ചയാണെങ്കിൽ ഇവന്റെ പീഡനം കാരണം ബാൽക്കണീന്റെയും എല്ലാത്തിന്റെയും പുറത്ത് പോയിട്ടിരിക്കുന്നതായിരുന്നു. അവൻ വീടാലും സാധനം. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നമ്മളൊരു കേക്ക് വാങ്ങിയിരുന്നു. അപ്പൂനെ കുറച്ചേരം മിസ്സായിരുന്നു. നോക്കുമ്പോൾ ആ കേക്ക് നമ്മൾ കാണാണ്ടൊരു സ്പൂണിൽ എടുത്തിട്ട് ആ പൂച്ച കൊണ്ട് കൊടുക്കുന്നത്. അതിനാണെങ്കിൽ അത് വേണ്ടാതാണ്. പക്ഷെ അത് തിന്നാത്തോണ്ട് അതിന്റെ മൂക്കിലിട്ട് കുത്തി 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 അതിനകത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വിചാരിച്ചു അത് കുറച്ച് ലേറ്റായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ, ട്രാഫിക് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. അതുകൊണ്ട് നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങി. വീട്ടിലെത്തിയിട്ട് വാങ്ങാൻ വേണ്ടി നിന്നില്ല. വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് വാങ്ങുകയൊക്കെ ചെയ്ത്. ഇതവരെ ലിഫ്റ്റാട്ടോ, നമ്മൾ പണ്ടത്തെ ലിഫ്റ്റിലെ ഡോറ് തുറന്ന് ഗ്രിൽസൊക്കെയുള്ള അങ്ങനത്തെ ലിഫ്റ്റ് ആവണത്. അപ്പോൾ അതിൽ കയറിയിട്ട് അപ്പു ഫുള്ള് വണ്ടടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഇതെന്താ സംഭവം എന്ന് ഇങ്ങനെ തിരിയാത്തോണ്ടെങ്കിൽ ശരിക്കും ഗുഡ്സ് പോലെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിലൊക്കെ കയറി നമ്മൾ തിരിച്ച് അവിടത്തേക്ക് പോയി. പിന്നെ രാത്രി ആയപ്പോഴാണ് ട്രാഫിക് പേടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വിടുന്നത്. പക്ഷെ അന്നേരം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എങ്ങനെയല്ലോ ഒരു 1/2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. ബൈ.